അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് എല്ലാ നിലക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. ഓരോരുത്തരും ചിന്തിക്കുന്നത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ ഐശ്വര്യങ്ങളും നന്മകളും സന്തോഷങ്ങളും മാത്രമാണ് എന്നാണ്. എന്നാൽ ചിലരുടെയൊക്കെ മുന്നിൽ ആ ജീവിതം വലിയ ചോദ്യചിഹ്നമാണ്. അവർക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഒന്നും ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല തടസ്സങ്ങളും പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും. എന്നാൽ ചിലരുണ്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കൂല. ഒരാൾ പറഞ്ഞ ഒരു വാക്കിനെ ഞാൻ കടമെടുക്കുകയാണ്. ചിന്തിക്കുന്നവർക്ക് ഒരു അന്തവുമില്ല, ചിന്തിക്കാത്തവർക്കൊരു കുന്തവുമില്ല. ഈ കടമെടുത്ത വാക്ക് വളരെ ഗൗരവത്തോടെ ചിന്തിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ജീവിതം സക്സസ്ഫുള്ളായി കൊണ്ടു നടക്കുക? ജീവിതം സക്സസ് ആക്കാൻ എന്താണ് വേണ്ടത്? ഒരു വിദ്യാർത്ഥി, ഒരു മനുഷ്യന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് നിന്ന് അവൻ മാറി സ്കൂളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ്. വിദ്യാർത്ഥിയായി 5 വയസ്സ് അല്ലെങ്കിൽ ഇന്ന് LKG UKG 3.5 വയസ്സാവുമ്പോഴേക്കും ആ സ്കൂള് അല്ലെങ്കിൽ LKG ആവട്ടെ, പ്രീ പ്രൈമറി ആവട്ടെ, പ്രൈമറി ആവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള വിദ്യ നുകരുന്നതിന് വേണ്ടി ആ കുഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഒന്നാമത്തെ ദിവസം ഇറങ്ങുമ്പോൾ തന്നെ ആ കുട്ടി അവന്റെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള തുടക്കമായിട്ടാണത് കാണുന്നത്. രക്ഷിതാക്കൾ അങ്ങനെ മനസ്സിലാക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് ആ കുഞ്ഞ് പഠിച്ച് SLC വരെ എത്തുകയാണ്. ഓരോ രക്ഷിതാക്കളും വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. SLC +2 റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. SLC കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അലോട്ട്മെന്റ് നടക്കാനൊരുങ്ങുകയാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞ് SLC കഴിഞ്ഞ കുഞ്ഞ് +1 ഏത് വിഷയത്തിൽ പങ്കെടുക്കണം, ഏത് വിഷയത്തിന് ചേരണം എന്നുള്ള ചിന്ത രക്ഷിതാവിനേക്കാൾ കൂടുതൽ കുട്ടിക്കുണ്ടാവണം. ഞാൻ കൊമേഴ്സിനാണ് ചേരുന്നത് എന്നാണ് ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ കൊമേഴ്സിലൂടെ എനിക്ക് എവിടെയൊക്കെ എത്താൻ പറ്റുമെന്നുള്ളൊരു ലക്ഷ്യബോധം ആ കുഞ്ഞിന് കൊടുക്കണം. കരിയർ ഗൈഡൻസ്. ഇനിയല്ല, ഞാൻ ചേരുന്നത് ഹ്യൂമാനിറ്റീസാണ്, അതിലൂടെ എനിക്ക് എവിടെ എത്താൻ പറ്റും, ആ ഒരു ബോധവൽക്കരണം ആ കുഞ്ഞിനുണ്ടാവണം. അല്ല, ഞാൻ സയൻസിനാണ് ചേരുന്നത്. ഏത് വിഷയത്തിന് ചേരുന്നതാണെങ്കിലും ആ വിഷയത്തിലൂടെ അവനിക്ക് അവന്റെ കരിയർ എവിടത്തേക്കാണ് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കണം. ഇതൊരു കുട്ടിയുടെ ജീവിതത്തിന്റെ വഴിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള യാത്രക്ക് വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ മക്കളെ നാം എന്താ ചെയ്യാറ്? SLCയുടെ റിസൾട്ട് വന്ന ഉടനെ തന്നെ അലോട്ട്മെന്റ് തുടങ്ങുമ്പോൾ ഓരോ സ്കൂളുകളിലും കിട്ടുന്ന വിഷയത്തിന് അങ്ങ് കൊടുത്തിടുകയാണ്. എന്നിട്ട് എവിടെയാണോ കിട്ടുന്നത്, എന്താണോ കിട്ടുന്നത്, ആ കിട്ടുന്നത് അങ്ങ് എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. കുഞ്ഞുമക്കളാ നമ്മൾ ഇന്ന് എളുപ്പത്തിന് വേണ്ടി പാചകം ചെയ്യുന്നത്, എളുപ്പത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രഷർ കുക്കർ. നമ്മുടെ കുഞ്ഞുമക്കള് അത്തരത്തിലുള്ള പ്രഷർ കുക്കറുകളാവരുത്. രാവിലെ സ്കൂളിലേക്കായാലും കോളേജിലേക്കായാലും മദ്രസയിലേക്കായാലും ഒരുപാട് പ്രഷർ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മക്കളാവരുത്. അപ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അവരുടെ പഠനത്തിലും പുരോഗതിക്കും ഉയർച്ചയിലും വിജയത്തിനും വലിയ പ്രയാസവും പ്രതിസന്ധിയും ആ കുഞ്ഞുമക്കൾ അനുഭവിക്കും. നേരെ മറിച്ച് അവർക്ക് എല്ലാ നിലക്കും നല്ല രീതിയിലുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നവരാവണം രക്ഷിതാക്കൾ. ഈ രീതിയിൽ നമ്മുടെ മക്കളെ നാം കൊണ്ടു നടക്കുമ്പോൾ അവരുടെ വഴി കുറച്ചുകൂടി എളുപ്പമാകും. അപ്പൊ അവർക്ക് പറയാൻ പറ്റും, എൻ്റെ ആ ഒരു പഠനയാത്ര സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിന് മാതാപിതാക്കളുടെ, കുടുംബക്കാരുടെ, അധ്യാപകന്മാരുടെ സഹായവും സഹകരണവും വളരെ വിജയകരമാകും. എന്നാൽ അത് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പഠനത്തിനു വേണ്ടി ഒരുങ്ങുന്നവരുടെ വഴിയാണ്. ഇനി ജോലിയിലേക്ക് കടക്കുന്നവർ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ഭർത്താവ്, ഭാര്യ, ഒരുപാട് കാറ്റഗറി ഉണ്ട് സക്സസ് ആവാൻ.
ഓരോന്നും നമുക്ക് മനസ്സിലാക്കണം, നല്ല രീതിയിൽ നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ക്ലാസ്സിൽ ഭാര്യാഭർത്തൃ ജീവിതം എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.